എബ്രാഹത്തിന് 99. 100ാമത്തെ വയസ്സിലാണ് ആര് ജനിക്കണത്? ഇസ്ഹാക്ക് ജനിക്കണത്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് 25 കൊല്ലം എടുത്തത്? ഈ വാഗ്ദാനം നേരത്തെ കൊടുത്തതല്ലേ? 75 വയസ്സായപ്പോൾ കൊടുത്ത വാഗ്ദാനമാണ്. അടുത്ത കൊല്ലം ഞങ്ങൾ ഇവിടെ കടന്നു പോകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞതാണ്? എബ്രാഹത്തിൻ്റെ 75ാമത്തെ വയസ്സിൽ പറഞ്ഞതാണ്. പക്ഷേ എന്താ പറ്റിയത്? എബ്രാഹാം ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായിട്ട് അയാളുടെ കുടുംബത്തിൽ തന്നെ പെണ്ണുമ്പിള്ള ഇടപെട്ട് കുളവാക്കിയത് സാറ പറഞ്ഞ് ആഗർ നിൽപ്പുണ്ട്, ആഗറിനെ പ്രാപിക്കാൻ പറഞ്ഞു. എന്താ കാര്യം? ലോത്ത് ഗുണ്ടയാണ്. ഇവന്മാരുടെ കൂടെയുള്ളവന്മാരെല്ലാം ഗുണ്ടാ പരിപാടിയുള്ളതാണ്. നിങ്ങളെങ്ങാനും ചത്തുപോയി കഴിഞ്ഞാൽ ഈ സ്വത്തെല്ലാം അടിച്ചിട്ട് അവന്മാർ പോകും. നമുക്ക് സ്വന്തം കുഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവകാശമുണ്ടല്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു വന്ന് നീ കേൾക്കേണ്ട കാര്യമില്ല, നീ ഹാഗറിനെ പ്രാപിക്കുക, മക്കളുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു കൊടുത്തതാണ്? ആ ചിരിച്ച ചേർത്തി പറഞ്ഞു കൊടുത്തതാണ്. ദൈവം വാഗ്ദാനം അതാണ്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവവചനം കേൾക്കുമ്പോൾ ചില അണ്ണന്മാർക്കും ചേച്ചിമാർക്കും ചിരി വരും. അതോടുകൂടി അവിടെ കാര്യത്തിലൊരു തീരുമാനമാകും. ഉൽപ്പത്തി പുസ്തകം 21:1-5 വരെ. ശ്രുതികട്ടെ. കർത്താവ് വാഗ്ദാനമനുസരിച്ച് കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറാ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. സാറായിൽ ജനിച്ച മകന് ഇസഹാക്കെന്ന് അബ്രഹാം പേരിട്ടു. കുഞ്ഞു പിറന്നിട്ട് 8ാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രഹാം അവന് പരിച്ഛേദനം നടത്തി. അബ്രഹാത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. ക്ലിയർ അല്ലേ? 21:5 അബ്രാഹത്തിന് എത്ര വയസ്സുണ്ട്? ഇസ്ഹാക്ക് ജനിക്കുമ്പോൾ 100 വയസ്സുണ്ട്. അപ്പോഴേ നീ എൻ്റെ മുമ്പാകെ നിൽക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയുമ്പോൾ അബ്രാഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു? 99. മനസ്സിലായില്ലേ? ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത് എബ്രാഹത്തിന് ഇസഹാക്കിനെ ദൈവം സാറായുടെ ഉദരത്തിലേക്ക് നിക്ഷേപിക്കും മുമ്പ്, 1 മാസം മുമ്പോ 2 മാസം മുമ്പോ ദൈവം എബ്രാഹത്തിനോട് എന്താ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, പിന്നെന്താണ്? കുറ്റമറ്റവനായിരിക്കുക. മനസ്സിലായില്ലേ? അനുഗ്രഹം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എബ്രാഹത്തിനോട് ചെയ്ത അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് നമ്മളും ദൈവം പ്രതീക്ഷിക്കുന്നത്. ഒരു ശക്തി വരികയാണ്. നമ്മൾ 2 പത്രോസ് 1:3 എന്താ വായിച്ചത്? തന്റെ മഹത്വത്തിലേക്കും തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവിക ശക്തി നോട്ട് ദ പോയിന്റ് എന്താണ്? അവന്റെ ദൈവിക ശക്തി. അപ്പം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകണത് എന്താണ്? അവൻ്റെ ദൈവികമായ ശക്തിയാണ്. ഇസഹാക്കിനെ സാറായുടെ ഉദരത്തിൽ നിക്ഷേപിച്ചത് എന്താണ്? ദൈവികമായ ശക്തിയാണ്. ഈ ശക്തി നമുക്ക് ലഭിക്കുന്ന മുമ്പ് എബ്രാഹത്തിനോട് ദൈവം എന്താ പറഞ്ഞത്? 17:1 എന്താ പറഞ്ഞത്? 17:2 നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം, പിന്നെന്താണ്? കുറ്റമറ്റവനായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ശക്തിക്ക് മുമ്പ് എന്ത് വേണം? വിശുദ്ധി വേണം. ഇക്കൊറ്റ പോയിന്റ് പിടികിട്ടിയോ? നിങ്ങളുടെ LTS പാസ്സാകാനായാലും ശരി, നിങ്ങളുടെ വസ്തു വിൽപ്പനയായാലും ശരി, നിങ്ങളുടെ ജോലിയിലെ പ്രൊമോഷനായാലും ശരി, ഒരു ദൈവിക ശക്തി 2 പത്രോസ് 1:3 അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ശക്തിക്ക് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധിയുള്ളവരായിരിക്കണം. തൻ്റെ മുമ്പാകെ വ്യാപരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം?
കുറ്റമറ്റവനായിരിക്കണം. അച്ഛൻ്റെ ഇപ്പം ലാസ്റ്റ് സാക്ഷ്യങ്ങൾ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നൊരു സത്യമുണ്ട്. എന്താ കാര്യം? നമ്മുടെ കയ്യിലൊന്നും വേണ്ടെന്ന് പറയാൻ മതി. ഞങ്ങൾക്ക് അതില്ല ഇതില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടേ നിങ്ങൾ ആവശ്യമില്ലാതെ ഉത്കണ്ഠപ്പെടരുത്. ദൈവമുണ്ടായാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഷീജ എന്നും പറഞ്ഞ നേഴ്സ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പം തന്നെ ഈ 69,000 പേരത് കണ്ട് ആ സാക്ഷ്യം വീണപ്പോൾ തന്നെ അവിടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇന്ന് വെളുപ്പിനിരുന്ന് രണ്ടാമത് വീണ്ടും ഷീജയുടെ സാക്ഷ്യം കേട്ട് അതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയോസ് എന്ന് പറഞ്ഞ് അതായത് സ്പോൺസറിൻ്റെ സർട്ടിഫിക്കറ്റ് അവരുടെ മകളാണ്. ഇവർ മകൾക്ക് ഉണ്ടായ ദൈവാനുഭവത്തെക്കുറിച്ചാണ് അവർ സാക്ഷ്യം പറയണത്. അതിനകത്ത് അവർ ഇൻവോൾവാണ്, ആ കുടുംബം മൊത്തം ഇൻവോൾവാണ്. എന്താ അനുഭവം എന്ന് പറയണത്? ഇവരൊരു ജനറൽ നേഴ്സാണ്. ആര്? മകളൊരു ജനറൽ നേഴ്സാണ്. BSc നേഴ്സിങ്ങിന് വിടാനുള്ള കാശ് കുടുംബത്തിലില്ല. ഒരു കടയുണ്ട്, പിന്നെ ഇവർക്ക് ചെറിയ ജോലിയുണ്ട്. പക്ഷെ ആ ജോലി എന്ന് പറയുന്നത് പെട്ടെന്ന് ആ ജോലി പോയി. അവർ നേഴ്സായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഇവർക്കത് റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ വരുമാനമില്ല. അപ്പോൾ ഈ മകളൊക്കെ GNM പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെ ഉള്ള ജോലി കൂടി പോയി. ഇതാണ് ജീവിതം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നമുക്ക് ജീവിതത്തിൽ നിന്നാണ് ദൈവത്തിനെ നമ്മൾ ജീവിതത്തിനോട് ചേർത്ത് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കണതെല്ലാം. അപ്പോൾ ഇവരുടെ ചിന്തയിലുണ്ടായിരുന്നൊരു വിഷയം, മകളെ ഇപ്പം പോസ്റ്റ് BScക്ക് വിടുക. പൈസ ഇല്ലാത്തത് കൊണ്ട് BSc നേഴ്സിന് വിടാൻ പക്ഷേ കാശില്ല. അതുകൊണ്ട് പോസ്റ്റ് BScക്ക് വിടുക. GNM കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ GNMകാർ ചെയ്യണത് പലരും. അപ്പോൾ ആ ഒരു ഐഡിയയിൽ ഇവരിയ്ക്കുകയായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മകൾ പറയും, ആദ്യം അമ്മ പറയണ കാര്യങ്ങൾ അവൾ അംഗീകരിച്ച്. കാരണം അമ്മയുടെ ജോലി പോയില്ല. ജോലി പോയത് കാരണം ഇനിയിപ്പോൾ പൈസയൊക്കെ കുറച്ച് ഉള്ള ഒരു പോസ്റ്റ് BScക്ക് പോകാമെന്ന് മകൾ പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്ന് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ ഐഡിയ മാറി. അപ്പോൾ ഞാനപ്പോൾ നോക്കി എവിടെയാണ് ഈ ഐഡിയ മാറണമെന്ന്. എവിടെയാണ്? അപ്പനും അമ്മയും മക്കളും കൂടി, ഒരു അപ്പനും ഒരാണൊരു പെണ്ണുമുണ്ട്. ഈ 4 പേരും കൂടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്ന് മുട്ടുകുത്തിയപ്പോൾ ഈ മകൾ പറയും, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ IELTSന് പോട്ടേന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കണത്? അത് കേൾക്കുമ്പോൾ ഇവൾ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, വലിയ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളല്ല. അപ്പോൾ IELTSന് പോയാൽ പക്ക തോറ്റുപോകും. കാര്യം ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് പോലും 3 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടാണ് ഇത് സാധനം പലപ്പോഴും കിട്ടുന്നത്. അപ്പോൾ അമ്മ ഇവളുടെ മുഖത്ത് നോക്കി നോക്കും, വെച്ചാൽ നിനക്കത് കവർ ചെയ്യാൻ പറ്റുമോ? തന്നെയല്ലേ അല്ല അമ്മ പറയും, ഇവൾ IELTSന് വിടാനുള്ള കാശ് എൻ്റെ ഇല്ല, എൻ്റെ ഇതിൻ്റെ ജോലി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ പരുങ്ങലാണ്. പക്ഷേ ഇത് എപ്പോഴാണ് ഈ ഐഡിയ വരണത്? കുടുംബ പ്രാർത്ഥനയ്ക്ക്. അത് കാരണം അച്ഛൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ പ്രെയർ ടൈം വളരെ ശ്രദ്ധിക്കണം. പ്രെയർ ടൈം അതായത് ഇപ്പോൾ ഉടമ്പടി എടുത്ത സമയമായാലും ശരി, ഉടമ്പടി എടുക്കാത്ത പോലെ നടക്കുന്ന ആൾക്കാരില്ലേ, അവരാണ് ഗതികിട്ട പ്രേതമായിട്ട് നടക്കുന്നത്. ഉടമ്പടി എടുത്തവർ പക്ഷേ എന്നിട്ട് അവരുടെ വർത്തമാനം ചെയ്യലുമെല്ലാം ഉടമ്പടി എടുക്കാത്തവരെ പോലെയാണ്. ഇവരാണ് ഇതിൻ്റെ അകത്ത് പണിമേടിക്കണത്. കാര്യം ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നിങ്ങളെന്താ സംഭവം? നിങ്ങൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷനിലാകും. എന്താണ്? ഇതൊരു ഉഭയകക്ഷിയായിട്ടുള്ള ഒരു പാരിറ്റി റിലേഷനാണിത്. എന്നുവെച്ചാൽ ദൈവം ഒരു കക്ഷി, പിന്നെ ആരാണ്? നിങ്ങൾ ഒരു കക്ഷി. മാധ്യസ്ഥ ആരാണ്? അമ്മ. അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മീഡിയേഷനാണ്, ഇടയ്ക്കൊന്നുമില്ല. അൾട്ടിമേറ്റ് മീഡിയേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ പോലുള്ള പരിപാടിയാണ്. അമ്മ ഒരു തീരുമാനം എടുത്താൽ പിന്നീട് അതിൻ്റെ അകത്ത് ദൈവം പോലും വെള്ളം ചേർക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അത് കാനായിലെ നമ്മൾ കണ്ടതാണ്. കാനായിലെ കല്യാണം 10,000 കൊല്ലം ഇവിടെ മനുഷ്യരാശി പഠിച്ചാലും പഠിച്ചു തീരത്തില്ല, അത്രയും സംഭവമാണത്. എന്താ കാര്യം? ഇവർക്ക് യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി
ദൈവപിതാവ് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മരിയൻ മീഡിയേഷൻ ഇത്രയും അപ്രതിരോധ്യമാകാൻ കാരണം? ഇവിടെ കപ്പാസിറ്റി തന്നെയാണ്. ധ്യാനകേന്ദ്രങ്ങളൊന്നും മാതാവിനെക്കുറിച്ച് പറയണില്ലല്ലോ. എല്ലാവരും ക്രിസ്തു ഈശോനെക്കുറിച്ചല്ലേ പറയത്തുള്ളൂ. മാതാവിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താ പാപമാണെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവരാണ് വരെ. ഞാൻ മാതാവിനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. എന്താ കാര്യം എന്നറിയാവോ? എനിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപാട് ഈ ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്തതിൻ്റെ പിന്നിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണെന്നുള്ളതാണ്. പിതാവാണ് ഇവരെ തിരഞ്ഞെടുത്തത്. ആദ്യം ഒരു ഉടമ്പടി നടന്നായിരുന്നല്ലോ. ആദ്യത്തെ ഉടമ്പടി ആദമായിട്ടും ഹവ്വായായിട്ടും അവരാ ഉടമ്പടിയെ ഉഴപ്പി. അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ നിത്യമായിട്ട് ജീവിക്കും, പക്ഷേ തോട്ടത്തിൽ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പഴം കഴിക്കരുത്. ഉടമ്പടിയാണത്. അതാണ് കവനൻ്റ് ഓഫ് ഈഡൻ, ഏതെല്ലാം ഉടമ്പടി. പക്ഷെ പാവപ്പെട്ടവർ ലംഘിച്ചു. ഇതിന് ബദലായിട്ട് ദൈവം കൊണ്ടുവന്ന ആളാരാണ്? മറിയമാണ്. മറിയവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ മറിയത്തിനെ ഷാഡോ ആയിട്ട് നിർത്തിക്കൊണ്ടാണ്, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഏഡനിലെ ഉടമ്പടി നടക്കുന്നത്. ഇതാണ് ഉടമ്പടി, ഏഡനിലെ ഉടമ്പടി. മറ്റത് ആദ്യത്തിൻ്റെ ഉടമ്പടിയാണ്. ആദ്യവും ആയിട്ടുള്ള ഉടമ്പടി കഴിഞ്ഞിട്ടാണ് കവനൻ്റ് ഓഫ് ഏഡൻ വരുന്നത്. കവനൻ്റ് ഓഫ് ഏഡൻ സംഭവിക്കുന്നത്, ഏതെല്ലാം ഉടമ്പടി സംഭവിക്കുന്നത് ഉൽപ്പത്തി 3:15 ഒന്ന് വായിച്ച്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ക്രിസ്തുവിനെയും മറിയത്തെയും പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് കവനൻ്റ് ഓഫ് ഈഡൻ വർക്കൗട്ട് ചെയ്യണത്. ഇവിടെ എന്താ ബൈബിളിൻ്റെ അടിസ്ഥാനം എന്ന് പറയണത്? ക്രിസ്തുവിനെയും മറിയത്തെയും, ക്രിസ്തുവിനെ മാത്രമല്ല മറിയത്തെ കൂടി പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ദൈവം പാപത്തിന് പരിഹാരം നിശ്ചയിക്കുന്നത്. അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ടല്ല ഫസ്റ്റ് സെക്കൻഡ് ഉടമ്പടി വരണത്. ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അമ്മയെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ടാണ്, ബേസ് ചെയ്തിട്ടാണ് ഉടമ്പടി വരണത്. ഇനി വരുമ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ലോകത്തിന് യേശുവിനെ കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ ഉപകരണമാണ് മറിയം. ഒന്ന് പറഞ്ഞ്, ലോകത്തിന് യേശുവിനെ നൽകാനുള്ള ദൈവത്തിൻ്റെ മാനുഷിക ഉപകരണമാണ് മറിയം. അതുകൊണ്ട് തന്നെയാണ് അമ്മ മാതാവിലൂടെയാണ് വചനം മാംസമാകണത്, ഇല്ലേ? അതിനമ്മ ചെയ്തത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലെ നിറവേറട്ടെ എന്നുള്ള മറ്റൊരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അത് ഉടമ്പടിയാണ്. അതാണ് മരിയൻ ഉടമ്പടിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ എല്ലാ ബൈബിളിൽ എന്തെങ്കിലും ദൈവത്തിനെ മുൻനിർത്തി ഉണ്ടെങ്കിൽ എല്ലാം കവനൻ്റ് ആവും. ബൈലാറ്ററലാണ്. ഉടമ്പടിക്ക് എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? 2 കക്ഷികൾ വേണം. ഒന്ന് ദൈവവും ഒന്ന് മനുഷ്യനും. പിന്നെന്ത് വേണം? ഉടമ്പടിക്ക് ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നിബന്ധന ഉണ്ടാവും. പിന്നെന്താണ്? നിയോഗം ഉണ്ടാവും. അവൻ തൻ്റെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അതാണ് അവൻ തൻ്റെ ജനങ്ങളുടെ, ഒന്ന് പറഞ്ഞേ, അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. മംഗളവാർത്തയിലെ മെയിൻ നിയോഗം അതാണ്. എന്താണ്? യേശുവിലൂടെ ലോകത്തിൻ്റെ പാപങ്ങളെ മോചിക്കുക എന്നുള്ളതാണ്. അതാണ് നിയോഗം. മനുഷ്യാവതാരത്തിൻ്റെ നിയോഗം, അൾട്ടിമേറ്റ് നിയോഗം അതാണ്. പാപത്തെ മാറ്റി നിർത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വിശുദ്ധീകരിക്കാതെ, ഞാൻ വിശുദ്ധീകരിക്കാതെ വേറെ ഇരുട്ട് കൊണ്ട് വിട്ടടക്കാനോ കണ്ണടച്ചിരുട്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം സുവിശേഷ വിഹിതമായ വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ.
ഏറ്റു പറഞ്ഞ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ യേശുവിന് നീ അവന് യേശുവെന്ന് പേരിടണം. അപ്പം നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്ന വചനത്തിലെ മാതാവിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്? മാതാവിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്? അവിടെ വിശ്വാസമാണ്. ദൈവം പറഞ്ഞ വചനത്തിൽ അവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പിന്നീട് പരിശുദ്ധാത്മാവ് അമ്മയെക്കുറിച്ച് എന്താ പറയണത്? മേരി, കർത്താവ് ഏറ്റു പറഞ്ഞ മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പൊ ലൂക്ക 1:31 ആക്ടിവേറ്റ് ചെയ്യണത് ലൂക്ക 1:45 അനുസരിച്ചാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഈ വാഗ്ദാനം മേരി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? അതിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അതാണ് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറയണത്. ലൂക്ക 1:45 എന്താ പറയണത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പൊ നമ്മൾക്ക് യേശുവിനെ തന്നത് ആരാണ്? മറിയത്തിന്റെ വിശ്വാസമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടോട് ചെയ്ത വാഗ്ദാനമില്ലേ? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്ന് പറഞ്ഞ വാഗ്ദാനമില്ലേ? ഈ വാഗ്ദാനം മറിയം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ലൂക്ക 1:45 വെച്ചുകൊണ്ടാണ്. എന്താ ലൂക്ക 1:45 കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം അല്ലേ? നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. മറിയത്തിന്റെ വിശ്വാസം എന്തിലുള്ള വിശ്വാസമാണ്? കർത്താവിൻ്റെ വചനത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് മറിയം ഉടമ്പടി ചെയ്യുന്നുണ്ട് ദൈവത്തോട്. ഇതാണ് മറിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം ഇതാണ്. എന്താണത്? ഇതാ കർത്താവിൻ്റെ ദാസി. 1:38 ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇതാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത്. എന്താണ്? ദൈവം വാഗ്ദാനം തരും. ലൂക്ക 1:31 മറിയം അതിൽ വിശ്വസിക്കും. ലൂക്ക 1:45 എന്നിട്ട് മറിയം അതിനെ ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റും. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. ഉടമ്പടി എടുക്കുന്നവർ ദൈവത്തിൻ്റെ ദാസികളാകണം, ദാസനാകണം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കുന്നതിലൂടെ അവിടുത്തെ ദാസനും ദാസിയുമാകാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. അപ്പൊ മറിയത്തിന്റെ വിശ്വാസത്തില് ലൂക്ക 1:38 അനുസരിച്ചുകൊണ്ട് അതാണ് മരിയൻ ഉടമ്പടിയുടെ ബേസ്മെന്റ്. എന്താണ്? ഇതാ കർത്താവിന്റെ ദാസി പറഞ്ഞേ. അങ്ങയുടെ വചനം പോലെ എന്നിലെ നിറവേറട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനം നിറവേറ്റാൻ സ്വയം ദാസിയായി മാറിയ സമർപ്പണമാണ് ഉടമ്പടിയുടെ ജീവൻ എന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ഒരു സമർപ്പണമാണ്. ഈ സമർപ്പണം എന്ന് പറയുമ്പോൾ ആദ്യം എന്താ പോകേണ്ടത്? നമ്മുടെ അഹങ്കാരം പോകണം ആദ്യം. ഇപ്പോൾ ഇവരെന്താ, ഇപ്പോൾ ഈ ഷീജ നേഴ്സ് അവർ പറയണത്, എനിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു. അവിടെ സാക്ഷ്യം പോണത് അങ്ങനെയാണ്. എനിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു. എന്താണ്? അവർക്ക് നല്ല നേഴ്സാണ്, അവർക്ക് നല്ല ശമ്പളമുണ്ട്. അപ്പോൾ 54 വയസ്സ് വരെ റിട്ടയർ ആകുന്നവരെ ഉള്ള അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഹെഡ് വെയിറ്റ് ഉള്ള ആളാണ്, കോൺഫിഡൻസാണ്. ഈ ചില ആത്മവിശ്വാസങ്ങൾ ചില സമയത്ത് അഹങ്കാരമായി മാറും. നമ്മുടെ പഠനം, ആരോഗ്യം, നമ്മുടെ കുടുംബത്തിൻ്റെ സെറ്റപ്പ്, നമ്മുടെ സ്വാധീനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്നുള്ള ഒരു ധാരണ ചില സമയത്ത് അഹങ്കാരമായിട്ട് മാറും. അതുകൊണ്ടാണ് അമ്മ പറയണത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണത്. നിങ്ങൾ വിനയപ്പെടണം. അതുകൊണ്ട് അവർക്ക് എന്നാ സംഭവിച്ചു? ഷീജയ്ക്ക് എന്നാ സംഭവിച്ചു? ഷീജയെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ദൈവം അവരെ വിശുദ്ധീകരിക്കുന്നുണ്ട്.
എങ്ങനെ വിശുദ്ധീകരിക്കേണ്ടത്? അവിടെ ജോലി പോയി, അതിനോട് വിശുദ്ധീകരണം തുടങ്ങി. ജോലി പോയി, അവരെന്താ അവിടെ കിസപിസ ഉണ്ടായി. അവസാനം അവർക്ക് ജോലി രാജിവെക്കേണ്ടി വന്നു. ജോലി രാജിവെക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഒന്ന്, ചില ആൾക്കാർ ഇങ്ങനെ കോംപ്രമൈസിന് തയ്യാറാകത്തില്ലല്ലോ, ഓരോരുത്തും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തയ്യാറാകത്തില്ല. അവരവരുടെ സ്റ്റാൻഡിലും കണ്ട് ഉറച്ചു നിൽക്കും, തെറ്റായാലും ശരിയായാലും. അപ്പം അങ്ങനെ ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയാണ് ഇതിൻ്റെ. വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കടുംപിടുത്തമോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു ശാഠ്യത നിന്ന് കഴിഞ്ഞാൽ അവിടെ എളിമ ഉണ്ടാകത്തില്ല. അപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി എന്നല്ല, ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജീവിതത്തിൽ ഇവർ ജോലി പോയി കഴിയുമ്പോൾ ഇവർ ശരിക്കും ഒരു സീറോയായി. ഇവർക്ക് പിന്നീട് കുറച്ച് വെറുപ്പുണ്ടാകും. കാര്യം ഇവരെ ജോലി കളഞ്ഞതിൽ ഒരു സംഘടിതമായ ഗ്രൂപ്പ് ആശുപത്രി ഉണ്ടായിരുന്നു, അവരോടൊക്കെ ഇവർക്ക് വെറുപ്പാണ്. എങ്കിലും ഇവർ ഉടമ്പടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആ വെറുപ്പുകൾ അങ്ങനെ കിടക്കും. നിങ്ങളത് നോക്കണം. ഉടമ്പടി എബ്രാഹത്തിനോട് പറഞ്ഞില്ല ദൈവം, ഇപ്പം 25 കൊല്ലം കഴിയുമ്പോൾ 24ാമത്തെ കൊല്ലമാണ് പറയണത്, നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം, വിശുദ്ധി ഉള്ളവരായിരിക്കണം. അത് എബ്രാഹത്തിനോട് പറയണം. ഇവരുടെ ജോലി പോയി കഴിയുമ്പോൾ പക്ഷേ ഇവർക്ക് വിശ്വാസമുണ്ട്. ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ, എനിക്ക് മാതാവായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ ബൈബിളിനെ കൊതിയോടെ വായിക്കുന്ന ആളാണ്, ബൈബിളിൽ എനിക്ക് അഭിഷേകമുണ്ട്. അപ്പം ചിലരുടെ ഷീജയുടെ നിലപാട് ഒത്തിരി പേർക്കുണ്ട്. ഈശോ ഉണ്ടായി പിന്നെ ഞാനുമൊക്കെ പണ്ട് അങ്ങനെ ധരിച്ചിരുന്നത്. സെമിനാരി വെച്ച് ഞാൻ അച്ഛന്മാരുടെ കനന നമസ്കാരം അന്ന് 3000 രൂപയാണ്. വീട്ടിൽ വന്ന് പൈസ ഇല്ലാഞ്ഞിട്ട് വീട്ടിൽ വന്ന് തേങ്ങ ഇട്ട് കൊട്ടൊക്കെ പിടിച്ചുകൊണ്ട് പോയി കടയിൽ കൊടുത്ത് കാശ് വാങ്ങിച്ചാണ് ഈ പുസ്തകം മേടിച്ചത്. അന്ന് 900 രൂപയാണ് അതിന്, ആ പുസ്തകത്തിന്. അപ്പോൾ ബ്രീബരി എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ ഓൾമോസ്റ്റ് ഓൾ പ്രെയർ ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഇരുന്നത്, ഈശോ ഇവിടെ കൊണ്ടില്ല, പിന്നെ എന്തിനാണ് നമ്മുടെ മാതാവ് എന്തിനാണെന്ന്, അതെങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ട് നടന്ന കാര്യം. 87 തകർച്ച വന്നപ്പോഴാണ് ഈശോ പതുക്കെ പിടിച്ച് മാതാവിൻ്റെ അടുത്ത് കൈ പിടിപ്പിച്ചത്. അതിനുശേഷം ഞാൻ കൈ വിട്ടിട്ടില്ല. നിങ്ങളൊരിക്കലും തെറ്റിദ്ധാരണ വീഴരുത്, ഈശോ ഉണ്ടല്ലോ പിന്നെ മാതാവ് എന്തിനാണെന്ന് ചോദിക്കരുത്. കാര്യം മാതാവും ഈശോയൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ലോകത്തിന് യേശുവിനെ കൊടുക്കാനുള്ള ആളിൻ്റെ കൂട്ടത്തിൽ ഈശോ കഴിഞ്ഞാൽ പിന്നെ മാതാവേ ഉള്ളൂ, വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ത്രിത്വത്തിൻ്റെ ഒരാളാണ്, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ത്രിത്വത്തിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഉണ്ടായാലും മനുഷ്യ പങ്കാളിയായിട്ടുള്ളത് അമ്മയാണ്. അതുകൊണ്ട് ദൈവം ഒരിക്കലും അമ്മയെ ഡിസോൺ ചെയ്ത് ഒരു പ്രോജക്റ്റും ചെയ്യത്തില്ല. അതെനിക്കറിയത്തില്ല, ഞാൻ പൊട്ടംകളിക്ക് ഞാൻ എൻ്റെ തല്ല അടിച്ചു കയറ്റിയിരിക്കണത് ഈശോയാണ് എല്ലാം, പിന്നെ നമുക്ക് ആവശ്യമില്ലെന്നുള്ളതല്ലേ. പക്ഷേ ഒരു വിഷയമുണ്ട്. അപ്പം ഷീജ പറഞ്ഞ അതാണ്, ഞാൻ കൊന്തയിൽ കൊന്തയൊന്നും ചിലതില്ല, ഞാൻ വീക്കാണ്. പക്ഷേ ബൈബിൾ ഞാൻ വായിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ബൈബിൾ സുന്ദരമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 3 വയസ്സ് തൊട്ട് ഞാൻ കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിക്കുന്ന, 3-ാം ക്ലാസ് തൊട്ട് കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിക്കുന്നതാണ്. അപ്പം നല്ലൊരു ഫാമിലിയാണ് അവർ വിശ്വാസത്തിൻ്റെ. ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ ഒരു യുവാവിനോട്, നിനക്കൊരു കുറവുണ്ടെന്ന് പറയും. മനസ്സിലായില്ലേ? ഇതുപോലെ മറിയാം നിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു കുറവായിരിക്കും ദൈവം ചൂണ്ടിക്കാണിക്കണം. നിനക്കൊരു കുറവുണ്ട്, എൻ്റെ അമ്മയോട് നിനക്കധികം ബന്ധമില്ല എന്ന് പറയും. ഷീജ അങ്ങനെ ഒരു ആളാണ്. ഈശോയോട് ഭയങ്കര പണ്ടാര ബന്ധം, പക്ഷെ അമ്മയോട് അധികം ബന്ധമില്ല. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ അമ്മയുടെ കൈ പിടിച്ച് ഷീജനെ ഏൽപ്പിക്കുന്നൊരു ഭാഗമാണ് അടുത്തത്. കാര്യം ഇവിടെ ജോലി പോയില്ലേ, എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഓർക്കുക, അമ്മ നമ്മളെ ഏൽപ്പിക്കാൻ സമയമായിരുന്നു. ബിഷപ്പ് ഷീൻ്റെ ഒരു